ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കെ പരിവാർ. നമ്മൾ ഇന്ന് ചെറിയൊരു ട്രിപ്പ് പോവാണ്. ഒമാനിലെ നാഷണൽ ഡേ ആയിരുന്നു നവംബർ 18. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് 4 ദിവസം മുടക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ ചെറിയൊരു ട്രിപ്പ് തുടങ്ങി. ട്രിപ്പിൻ്റെ പകുതി എത്തിയപ്പോൾ ചായ കുടിക്കാനൊരു മോഹം. അങ്ങനെ നമ്മളുടെ ചായ വന്നു. ചായയല്ല, കറക്ക് വന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഐറ്റം. കാരണം നമ്മൾ നോർമലി ഉണ്ടാക്കുന്ന ചായയിലും ഒരു വെറൈറ്റി ടേസ്റ്റ് ആണല്ലോ. സോ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇന്ന് അധികം മധുരമൊന്നുമില്ലാത്ത നല്ല കറക്കായിരുന്നു. പിള്ളേർ ചിപ്സൊക്കെ കഴിച്ച് നമ്മൾ എത്തി. ഏകദേശം അവിടെ എത്താറായപ്പോഴാണ് നമ്മൾ ഈ ഒരു ചായ കുടിക്കാൻ വേണ്ടി കയറിയത് കേട്ടോ. ഇതൊരു ബീച്ചാണ്, പക്ഷെ ഭയങ്കര രസമാണ് ഇവിടെ. ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ട്. നമ്മൾ സവാദി ബീച്ച് അങ്ങനെ ഒരാൾ മാത്രം ഞെളിഞ്ഞു പോണ്ട. നീയാമ്പൽ ചേലോടെ വിരിഞ്ഞേ നിന്നില്ലേ, അതിൽ തേനായി ഞാനില്ലേ. നമ്മുടെ ഈ സവാദി ബീച്ചിൽ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് പാർക്ക് ഉണ്ട്. പാർക്കിൽ തന്നെ അത്യാവശ്യം കുറച്ച് റൈഡ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഇവിടെ ഹോഴ്സ് റൈഡിങ് ഒക്കെ നമുക്ക് ചെയ്യാം കേട്ടോ. പിന്നെ പട്ടങ്ങളുടെ തന്നെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. നല്ല രസമാണ് കാണാനായിട്ട്. ഇതേ ആകാശത്ത് കണ്ടില്ലേ, ഇതേ നമ്മളുടെ ഗ്യാങ് എല്ലാവരും എത്തിയിട്ടുണ്ട്. അവർ വേറെ സ്ഥലത്താണ് വണ്ടി പാർക്ക് ചെയ്തത്. കാരണം പാർക്കിംഗ് അടുത്തൊന്നും കിട്ടില്ലായിരുന്നു. നല്ല രീതിയിലുള്ള ഒരു ക്രൗഡ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ബീച്ചിൻ്റെ ഭാഗത്തോട്ട് നടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ നോക്കുമായിരുന്നു. പിള്ളേർ ഈ പാർക്കിൻ്റെ ഐറ്റംസ് കണ്ടപ്പോൾ അവിടേക്കൊരു ഓട്ടം അങ്ങോട്ട് ഓടി. ഇതിൻ്റെ ഇടയിൽ നിന്ന് അവരെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. ആ പ്രായത്തിലുള്ള ഒരുപാട് കുട്ടികളുണ്ട് അവിടെ. നമ്മൾക്ക് ഇനി ബോട്ടിലൊക്കെ കയറി പോകണം. ഇവളാണ് ഇവിടെ മുന്നേ ബോട്ട് കയറി പോയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പൊ നമുക്ക് ബോട്ട് കിട്ടുമെന്ന് എനിക്കൊരു ഡൗട്ട്, അത് ചോദിച്ചാൽ. ഇവിടുത്തെ ബോട്ടിങ്ങിന്റെ ടൈമിങ്ങിന്റെ കാര്യത്തിൽ നമുക്ക് വലിയ നിശ്ചയം ഉണ്ടായില്ല. കിട്ടിയാൽ ഊട്ടി, ഇല്ലെങ്കിൽ ചട്ടി എന്ന മട്ടിൽ നമ്മൾ കടപ്പുറത്തോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ പോയിട്ട് വേണം നമുക്ക് ബോട്ടിന്റെ വിവരങ്ങൾ ഒന്ന് അന്വേഷിച്ചറിയാനായിട്ട്. നമുക്ക് ബോട്ടിൽ കയറിയിട്ട് അപ്പുറത്തോട്ട് പോകാനായിട്ട് പറ്റും. നമ്മൾ ബോട്ടിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. നല്ല തിരക്കുണ്ട് ഇവിടെ. ഞാൻ കാണിച്ചു തരാം. ബോട്ടിന് നല്ല തിരക്കുണ്ട് കണ്ടോ. അത്രയും ബോട്ട്സ് വെയിറ്റിംഗ് ആണ്. നമ്മൾ ഒരു ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ചേട്ടൻ ഒരു ട്രിപ്പ് ഇപ്പൊ അപ്പുറത്തോട്ട് പോയിരിക്കുകയാണ്. ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മളും കയറ്റി പോകും. ആളപ്പുറത്തുനിന്ന് വന്നിട്ട് വേണം ഇന്ന് നമുക്ക് കയറി പോകാനായിട്ട്. ഈ ബോട്ടിൽ കയറിയിട്ട് ഇതേ അവിടെ കാണുന്ന അപ്പുറത്ത് കാണുന്ന മലകളില്ലേ, അവിടോട്ടാണ് കേട്ടോ നമ്മൾ പോവാം. ഈ ചേട്ടൻ്റെ ബോട്ടിലാണ് നമ്മൾ പോകുന്നത്. അതൊരു ഐലൻഡ് പോലെയാണ്. അവിടെ 4 ചുറ്റിലും കടലാണ്. പിന്നെ ആൾ താമസമുള്ള സ്ഥലമൊന്നുമല്ല. അതൊന്ന് കാണുമ്പോഴേ നിങ്ങൾക്ക് അറിയാലോ. നല്ല വൈബ് സ്ഥലമാണെന്നാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും പോയി നോക്കാം. To the city streets, we began to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young and it's just begun as she puts her hand in mine. We wanna chase the night. നമ്മളുടെ ബോട്ട് വന്നിട്ട് the morning is the afternoon. We lay awake in bed. The glass so loud as the hours pass. We're gonna do it all again. We wanna chase the night, wanna dance to the light. Pull the stars from the sky, just two hearts running wild. Never sleep, never stop, as we shout from the top. We're gonna be. ബോട്ടിലെ യാത്ര ഒരു രക്ഷയുണ്ടായിരുന്നില്ല. കിട്ടില്ലൻ യാത്ര തന്നെയായിരുന്നു കേട്ടോ.
നല്ല അടിപൊളിയായിരുന്നു. കാരണം വെള്ളമൊക്കെ നല്ല നീല വെള്ളവും കുറച്ച് സ്ഥലത്ത് എത്തിയപ്പോൾ നല്ല പച്ച കളർ വെള്ളം, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ നമ്മൾ വന്ന സ്ഥലം അടിപൊളിയായിരുന്നു. നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവും. ആക്ച്വലി നേരിട്ട് കാണുമ്പോൾ ഇതിനേലും ഭംഗിയായിരുന്നു കേട്ടോ. അവിടെ വെള്ളത്തിന് ആഴം കുറവാണ്. അപ്പോൾ അത്യാവശ്യം നമുക്ക് എല്ലാവർക്കും ഇറങ്ങി കുളിക്കാനായിട്ട് പറ്റും. ഇത് നമ്മൾ വന്നിറങ്ങിയ ആ ഒരു ഭാഗമാണ് കേട്ടോ. ഇവിടെയാണ് നമ്മളെ ബോട്ട് ലാൻഡ് ചെയ്തത്. ഇനി നമ്മൾക്ക് കയറി പോയിട്ട് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ എന്താണ് ഈ മലയുടെയെന്ന് നോക്കാമല്ലോ. വെള്ളം തന്നെയായിരിക്കും, പക്ഷേ അവിടെ എങ്ങനെയായിരിക്കും എന്നൊന്ന് കാണാമല്ലോ. അങ്ങനെ വിചാരിച്ച് ഞങ്ങൾ പോയി അപ്പുറത്ത് നോക്കിയപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കാണാനായിട്ട്. ആ വെള്ളം കാണുമ്പോൾ തന്നെ നമുക്ക് താഴ്ഭാഗം വരെ കാണാമായിരുന്നു. അത്ര ക്ലിയർ വെള്ളമായിരുന്നു, ആഴവും കുറവായിരുന്നു. ഇവിടെ എവിടെ ഫോൺ വെച്ചാലും കിഡിലൻ ഫ്രെയിമാണ്. അത്ര ഭംഗിയാണ് കാണാനായിട്ട്. ഫോട്ടോസ് കുറേ എടുക്കണമെന്ന് വിചാരിച്ചെങ്കിലും കുറച്ചെടുക്കാനേ പറ്റിയുള്ളൂ. പെട്ടെന്ന് ഇരുട്ടാവും ഇപ്പോൾ ഇവിടെ. അപ്പോൾ ഇരുട്ടായി തുടങ്ങുന്നെന്ന് കണ്ടപ്പോഴത്തേനും ഞങ്ങൾ ഫോട്ടോ എടുക്കലൊക്കെ നിർത്തി നേരെ ബീച്ചിലോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. പിള്ളേർക്ക് ഇറങ്ങാൻ സുഖമാണ് ഇവിടെ, കാരണം ആഴവും തെരയും ഒക്കെ കുറവാണ്. അങ്ങനെ വേഗം ബീച്ചിലൊക്കെ ഇറങ്ങി കുറച്ച് നേരം എല്ലാവരും കൂടെ കളിച്ച് തിരിച്ച് കയറി ബോട്ടിൽ പോരുന്നതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഭയങ്കര റഷായിരുന്നു ആ ഒരു സമയത്ത്. 6:30 വരെ ബോട്ട് സർവീസ് ഇങ്ങോട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴത്തേനും കയറണമല്ലോ. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കലൊക്കെ നിർത്തി വെച്ചു. തിരിച്ച് ഞങ്ങൾ ഇപ്പുറത്തോട്ട് എത്തിയപ്പോൾ ഞങ്ങൾ പോയതിൻ്റെ ഇരട്ടി തിരക്കായിരുന്നു ഇവിടെ. ഗ്രില്ലടിക്കാനും ടെൻ്റ് അടിച്ചിട്ടും ഒരുപാട് പേര് ഫാമിലി ആയിട്ട് ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് എന്തൊരു തിരക്കായിരുന്നു. തണുപ്പ് തുടങ്ങിയോണ്ടും ഹോളിഡേയുടെയും എല്ലാം കൂടെ നല്ല റഷായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ മൊത്തത്തിൽ കാണാനായിട്ട്. ഞങ്ങളങ്ങനെ തിരിച്ച് വണ്ടിയിൽ കയറിയിട്ട് സുജിയുടെ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു എല്ലാവർക്കും കൂടെ. പോകുന്ന വഴിക്കും ഞങ്ങൾ ഒരു ചായയൊക്കെ കുടിച്ച് നേരെ വിനീഷേട്ടൻ്റെ സുജിയുടെയും വീട്ടിലോട്ട് പോയി, മൊബൈലിലോട്ട്. അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കുകയാണ് നമ്മൾ ചെയ്യാറ്. നമ്മളല്ല, വിനീഷ് ചേട്ടനാണ് നമ്മുടെ മെയിൻ ഷെഫ്. പുള്ളിയുടെ വക ഒരു കിടിലൻ ചിക്കൻ കറി ഉണ്ടായിരുന്നു. അഭിലാഷ് ചേട്ടൻ്റെ വക ഒരു ഫിഷ് കറി ഉണ്ടായിരുന്നു. ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു, പക്ഷെ അത് വീഡിയോയ്ക്കുള്ളതൊന്നും കിട്ടിയില്ല. വന്നപ്പോഴത്തേനും ഐറ്റം തീർന്നുപോയി. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡൊക്കെ അടിച്ച് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇന്നത്തെ ദിവസം അവിടെ വൈൻഡപ്പ് ചെയ്തു. ഞങ്ങളുടെ ഈ ഹോളിഡേ ബീച്ച് ട്രിപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയിൽ പുതിയ വിശേഷങ്ങളായിട്ട് പിന്നെ കാണാം.